ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൺസിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പവിത്രം, അതുപോലെ തന്നെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ, കാറ്റത്തെ കിളിക്കൂട് 3 പ്രൊമോയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് പവിത്രം നമുക്ക് ഇന്നലെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. നമുക്ക് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിടാം. പക്ഷെ ഇന്നലെ എന്താണെന്നറിയില്ല, ഇന്നലെ 5 പ്രൊമോ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു 1 വീക്കുള്ള പ്രൊമോ അങ്ങ് ഇട്ടേക്കണയാണോ എന്നുള്ളതും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടുന്നതനുസരിച്ച് പവിത്രത്തിൻ്റെ, നമ്മുടെ വേദയുടെയും വിക്രമിൻ്റെ ആ ഒരു ഇനിയുള്ള സീസൺ 2ൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അങ്ങനെ നമ്മുടെ നിധിയും സുധീഷൊക്കെ നമ്മുടെ എല്ലാവരും കുടുംബസമേതം തന്നെ കുടുംബക്ഷേത്രത്തിലൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മുടെ നിധിയുടെ തൊണ്ടയ്ക്ക് ഒരു കിച്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നിധി പതുക്കെ ആ കിച്ചണിലോട്ടൊന്ന് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ ലളിത ഭയങ്കര കുക്കിങ്ങാണ്, സുനന്ദയുടെ അമ്മ കേട്ടോ. മരുമോനും മോക്കും ഒക്കെ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ലളിത ഒരു കുക്കിങ്ങും കൂടെയാണ്, അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി കുറച്ച് ചൂടുവെള്ളം ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കുക ആ അടുക്കളയിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ലളിത അടുപ്പിൽ 2 സാധനം വെച്ചൊക്കെയാണ്, കറിയോ എന്തൊക്കെ വെച്ചൊക്കെയാണ്. അപ്പോൾ നിധി ചോദിച്ചു, അമ്മായി ഞാൻ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഈ അടുപ്പയിൽ ചൂടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇല്ല, ചൂടുവെള്ളം തരില്ല, നിനക്ക് തണുത്ത വെള്ളം ഞാൻ തരില്ല. അല്ലമ്മായി, എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. എന്തായിരുന്നു എനിക്ക് എന്നാ വന്നേക്കണു എല്ലാം കൂടെ കെട്ടിയെടുത്ത് കുടുംബക്ഷേത്രത്തിൽ. ഇത്രയും നാളൊന്നും കണ്ടില്ല, ഒരു കുടുംബക്ഷേത്ര സ്നേഹികൾ വന്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുഞ്ഞായ്മത്തരം പറയണ്. സുധീഷാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ നിധി എങ്ങോട്ട് പോകണോ അവിടെയൊക്കെ പാഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നിധിക്ക് ഒരു കുറവും വരാൻ പാടില്ല, അത് സുധീഷിന് ഉറപ്പായൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് വന്നിട്ട് ചോദിച്ചു, എന്താ നിധി? ഒന്നുമില്ല സുധീഷ്, എനിക്ക് തൊണ്ടയ്ക്ക് എന്തോ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം കുടിക്കാൻ പറ്റുമെന്ന് നോക്കാനായിരുന്നു. അതിനെന്താ നീ ഇവിടെ നിന്ന് ചൂടാക്കുക. അപ്പോഴേക്ക് ലളിത പറഞ്ഞു, അതെ അതൊന്നും ഇവിടെ നടക്കൂല, അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പുറത്തുപോയി കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ സുധീഷ് പറഞ്ഞു, ഇതതിന് അമ്മായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കിച്ചണൊന്നും അല്ലല്ലോ, ഇവിടുത്തെ ഒരു പാത്രം പോലും നിനക്കൊക്കെ തൊടാൻ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. സുധീഷിന് ദേഷ്യം വല്ല. അപ്പം നിധി പറഞ്ഞു, വേണ്ട സുധീഷേ, നമുക്ക് പോവാം, എനിക്കിപ്പോൾ കുഴപ്പമില്ല, വാ നമുക്ക് പോവാം, ഇനി ഒരു പ്രശ്നത്തിനോ വഴക്കിനോ വേണ്ട, നമ്മൾ നല്ലൊരു കാര്യത്തിന് വന്നതാണ് എന്നിങ്ങനെ നിധി പറയാം. നീ ഒന്ന് മാറി നിൽക്ക് നിധി, അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് സുധീഷ് എന്ത് ചെയ്യുമെന്നറിയാവോ, ആ അടുപ്പത്തിരുന്ന കറി എടുത്ത് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം വെക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ലളിതയ്ക്ക് ഭയങ്കര ദേഷ്യം പറയണം. കാണിക്കണ കണ്ടില്ലേ അവൻ, നീ എന്താടാ കരുതിയത്, നീ എന്നെ ഇവിടെ അതിക്രമം കാണിക്കണോ, നീയൊക്കെ തൊഴാൻ തന്നെ വന്നത് അമ്പലത്തിൽ, അതോ എൻ്റെ മെക്കിട്ട് കയറാനാണോ എന്ന് പറഞ്ഞിട്ട് ലളിത വെറുതെ വഴക്കടിക്കാനായിട്ടോ. എന്ത് ചെയ്യാനാ, ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം നമ്മുടെ സുധീഷ് നിധിയുടെ അടുത്ത് വെച്ച്, നിധി പൊക്കോ, ഞാൻ വെള്ളം കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അവിടെ നിന്ന് പോയി. അങ്ങനെ സുധീഷ് ഒരു കപ്പിൽ വെള്ളം ചൂടാക്കിയതൊക്കെ എടുത്ത് പോവാണ്. അപ്പോഴേക്കും ലളിത ചോദിച്ചു, എടാ നീ ഇറക്കി വെച്ച കറി ഞാൻ ഇനി എടുത്ത് വെക്കണോ? വേണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി, ആ സിങ്കിലോട്ട് ഒഴിക്കാനാണ് ഞാൻ പോയത്, എനിക്ക് ഇച്ചിരി മര്യാദ കൂടിപ്പോയതുകൊണ്ട് ഞാൻ അവിടെ ഇറക്കി വെച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടവും കൂടെ കൊടുത്തിട്ട് സുധീഷ് അങ്ങോട്ട് പോവാൻ കേട്ടോ. അങ്ങനെ നിധി വെള്ളമൊക്കെ സുധീഷ് ചെന്ന് നിധിയുടെ അടുത്തിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ അവന്. അപ്പോൾ സുഭാഷ് അങ്ങോട്ട് ചെല്ലിയിട്ട്. അപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്തു പറ്റി? അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, ഇന്നതുപോലെ നിധിക്ക് ഇച്ചിരി തൊണ്ടയ്ക്ക് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് ചൂടുവെള്ളം ചൂടാക്കാൻ ചെന്നിട്ട് ആ അമ്മായിയാണെങ്കിൽ ചുമ്മാ മെക്കിട്ട് കയറാം, എന്താ ചെയ്യണേ, ഞാൻ വെള്ളം ചൂടാക്കി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല സുഭാഷ് ചേട്ടാ, ഇപ്പം എനിക്ക് ഓക്കെ ആയെന്ന് പറഞ്ഞു. അപ്പം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നികേഷ് കുറച്ച് മാറി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ ഒരനക്കവും ഇല്ല കേട്ടോ, ആളങ്ങ് ഫോണിലാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, കണ്ട അവൻ മതിമറന്നങ്ങ് ഇരിക്കുക, ഒരു വെളിവും ഇല്ല ബോധവും ഇല്ല അവന് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് ചോദിച്ചേടാ നീ എന്ത് ചെയ്യുക അവിടെ? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറേ നേരം നികേഷിനെ കേട്ട് വാരുന്നുണ്ട്. കാരണം നികേഷ് ഇപ്പോൾ ഒരു ബോധവും വെളിവും ഇല്ലാണ്ടൊക്കെയാണ് ഇരിക്കണത് എന്നുള്ള രീതിയിലൊക്കെ നികേഷിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹരീഷ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം
മണിച്ചേട്ടൻ വരെയാണ്. മണിച്ചേട്ടൻ വന്നപ്പോഴത്തേക്ക് മണിച്ചേട്ടൻ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെന്താ ഫുഡൊക്കെ ഈ സമയത്ത്? അപ്പോൾ പറഞ്ഞു സുധീഷ് നേരത്തെ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ട്രാവൽ ചെയ്തൊക്കെ വരുന്നതല്ലേ, അപ്പോൾ വിശക്കില്ല, അപ്പോൾ അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് നല്ല ഫുഡായിട്ടോ, നല്ല ഹോംലി ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും നമ്മുടെ സുഭാഷ് പറയും എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചാലോ എല്ലാവർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷും എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കണം. അപ്പം മണിച്ചേട്ടനെ വിളിക്കുന്നുണ്ട്. സുധീഷ് പറയും വാ മണിച്ചേട്ടാ നമുക്ക് ഇരുന്ന് കഴിക്കാം. വേണ്ട സുധീഷ് ഞാൻ കഴിച്ചിട്ടാടാ വന്നത്, നിങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സുധീഷ് പറഞ്ഞു കണ്ടോ സുഭാഷ് ചേട്ടാ ഈ ഫുഡൊക്കെ എന്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ സുഭാഷ് ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും കൊള്ളത്തില്ലെന്നാണോ നീ പറയണത്? എന്നല്ല, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് എന്നാന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മണിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല സുധീഷിൻ്റെ കല്യാണമാണോ ആദ്യം കഴിഞ്ഞത്, അപ്പം സുധീഷിൻ്റെ ചേട്ടൻ്റെ കല്യാണം എന്താ വൈകിപ്പോയെന്ന് ചോദിക്കുന്നുണ്ട്. ഓരോരോ പ്രശ്നങ്ങളായിട്ട് മുടങ്ങിപ്പോയതാ മണിച്ചേട്ടാ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല അപ്പോഴേക്കും നികേഷ് പറഞ്ഞു അതെ സുധീഷ് ചേട്ടന് കല്യാണം കഴിക്കാൻ കുറച്ച് ധൃതി കൂടുതലായിരുന്നു അതുകൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു ഇപ്പം അത് ചോദിക്കേണ്ട കാര്യം മണിച്ചേട്ടനുണ്ടോ, കാരണം അത് അപ്പം മണിച്ചേട്ടൻ വല്ലാണ്ടായി കേട്ടോ. അപ്പം മണിച്ചേട്ടൻ പറഞ്ഞു അതെന്താ അങ്ങനെ? അല്ല നാട്ടിൽ ചെന്നാൽ 1000 പേര് ഈ ചോദ്യം ചോദിക്കാനേ ഉള്ളൂ, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ, പറഞ്ഞു ഞങ്ങൾ മടുത്തു അതുകൊണ്ടാണ് കേട്ടോ എന്നിങ്ങനെ ഹരീഷ് പറഞ്ഞു. അപ്പം മണി പറഞ്ഞു എനിക്കതൊന്നും അറിയില്ലല്ലോ, ഞാൻ നിങ്ങളുടെ ഏട്ടൻ്റെ കല്യാണം കഴിയാത്ത ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ മണിച്ചേട്ടനും പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെയോടൊപ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാസ്കരനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. അപ്പം നികേഷ് പറഞ്ഞു അതെന്തായാലും വന്നോളൂ, സുഭാഷ് ഏട്ടൻ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല എന്നാലും പോയിട്ട് കുറേ നേരം ആയല്ലോ. ആ സമയത്ത് അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദയും അശ്വിനും കൂടെ വരെയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പം സുനന്ദ പറഞ്ഞു ആഹാ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആണല്ലോ, എന്തായാലും വെജിറ്റേറിയൻ ആണ്. അപ്പോൾ സുഭാഷ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് പറഞ്ഞു വാ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ അപ്പം പറഞ്ഞു സുഭാഷ് ഏട്ടാ അമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ കൂടെ കുറച്ച് നേരം കമ്പനി തരാമെന്നും പറഞ്ഞ് അശ്വിനും സുനന്ദയും കൂടെ ഒരു പാത്രത്തിൽ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സുനന്ദ പറഞ്ഞു അതെ അമ്മ ഇപ്പോൾ വരും. അപ്പോൾ അശ്വിൻ പറഞ്ഞു ശരിയാ നിൻ്റെ അമ്മ വന്നാൽ ഇപ്പോൾ എന്നെയും കൂടെ കൊല്ലുമെന്ന് പറഞ്ഞു. പറഞ്ഞ് നാവെടുത്ത് അങ്ങോട്ട് ഇട്ടില്ല. അതാ വന്നു നമ്മുടെ ലളിത. സുനന്ദയെ കണ്ടപ്പോഴത്തേക്ക് സുനന്ദ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണേ. എടി സുനന്ദേ നീ എന്താ ഈ കാണിക്കണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാനല്ലേ ഞാൻ ഈ കിടന്ന് പാടുപെട്ട് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. മോനെ അശ്വിനെ നീ അവളോടൊപ്പം കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാനോ? അതെ ഈ ഹോട്ടലിലെ ഫുഡൊന്നും കഴിച്ച് വയറ് കേടാക്കണ്ട, ഇവിടെ അമ്മ വേണ്ട ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അപ്പോൾ സുനന്ദ പറഞ്ഞു അമ്മ ഞങ്ങൾ ഇവിടെ വെറുതെ ഇരുന്നേ ഉള്ളൂ, അമ്മയുടെ ഫുഡ് ഞങ്ങൾ കഴിച്ചോളാം. അശ്വിനും പറഞ്ഞു അമ്മ പേടിക്കണ്ട കേട്ടോ, ഇത് വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞാൻ എന്തായാലും ഇന്ന് കിടന്നുറങ്ങുള്ളൂ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട്. അമ്മ പൊക്കോളാൻ പറയുന്നുണ്ട്. ലളിതയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല, സുനന്ദേനെ ഒരു നോട്ടം കൊടുത്തിട്ട് പോവേണ്. സുനന്ദ പറഞ്ഞു അതെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മുടെ പണി പാളും കേട്ടോ അശ്വേട്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയി വെള്ളമൊക്കെ അടിച്ചിട്ട് എങ്ങനെ ആടി വരെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ മൂത്ത മകൻ സുഭാഷാണിത്, ഇത് രണ്ടാമത്തവൻ സുധീഷ്, ഇത് അവൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം ഏകദേശം രാത്രി ആയല്ലോ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ചെല്ല്, നാളെ അമ്പലത്തിൽ വെച്ച് നമുക്ക് കാണാം, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ വീടുകളിൽ കാത്തിരിക്കില്ലേ എന്ന് പറഞ്ഞ് കൂട്ടുകാരെയൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ ഭാസ്കറിൻ്റെ ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ നമ്മുടെ ലളിത അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ലളിത പുറത്തിറങ്ങി വന്നിട്ട് ഇതെന്താണ് ഇവിടെ ചന്തയാണോ, ഒരമ്പലത്തിൽ വഴിപാടിന് വേണ്ടിയിട്ട് വന്നവരാ, എന്നിട്ട് കുടിച്ച് കൂത്താടി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷിനും സുധീഷിനും അല്ലെങ്കിൽ തന്നെ ഭാസ്കറിൻ്റെ ഈ ഒരു കോലാഹലം കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അച്ഛാ സമാധാനപ്പെട്ടിരിക്കുക, ഇനിയിപ്പം ബഹളവും ഒച്ചപ്പാടൊന്നും വേണ്ട. അപ്പോഴേക്കും ഭാസ്കരൻ രണ്ടൊച്ച നമ്മുടെ ലളിതക്കിട്ട് നിൻ്റെ അമ്മായിയുടെ സ്വത്താണോടി ഇത്, നീ എന്നെ പറഞ്ഞു ഭരിക്കാൻ, നീ കാണുന്ന മുമ്പേ കണ്ടതാടി ഈ അമ്പലവും ഇതൊക്കെ, അവൾ എന്നെ ഭരിക്കാൻ വന്നിക്കണം, കയറിപ്പൊടി അകത്തൊന്നും പറഞ്ഞ് ഭാസ്കരൻ നമ്മുടെ ലളിതേനെ അങ്ങോട്ട് രണ്ടൊച്ച എടുത്ത് അങ്ങോട്ട് അകത്തോട്ട് കയറ്റി വിടേനെ കേട്ടോ. അത് കേട്ട് ലളിത പ്രവൃത്തോണ്ട് അകത്തോട്ട് കയറി പോകട്ടോ. അത് കഴിഞ്ഞ് ഭാസ്കരൻ ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ്.
അങ്ങനെ രാത്രി ആകുമ്പോൾ നമ്മുടെ നിധി ഫുഡൊക്കെ കഴിച്ച് റൂമിലോട്ട് പോവേണ്. നിധി പോകുന്ന അപ്പോൾ സുഭാഷ് പറഞ്ഞു, മോള് പോയി ആ റൂമിൽ കിടന്നോ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ആയിക്കോട്ടെ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് പോയി കിടക്കാനായിട്ട് ചെല്ലുമ്പോഴേക്കും നിധിയുടെ പുറകെ നമ്മുടെ സുധീഷ് ചെല്ലുകയാണ്. നിധി ഡോർ അടയ്ക്കാനായിട്ട് തിരിയണമെന്നും പേടിച്ചു. അപ്പം സുധീഷ് പറഞ്ഞു, അയ്യോ ഞാനും പേടിച്ചു. നിധി പേടിച്ചോ? പിന്നെ പേടിക്കാണ്ട് മനുഷ്യൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെ നിന്നാൽ പേടിക്കില്ലേ സുധീഷേ? എന്താന്ന് ചോദിക്കും. അതെ, നിധിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ അല്ലേ, ഒന്നാമത് ഗ്രാമപ്രദേശം, ചിലപ്പോൾ കറണ്ടൊക്കെ പോയാൽ ഒരു പേടിയും കാര്യമൊക്കെ വരും. അതുകൊണ്ട് വേണമെങ്കിൽ ഞാനും കൂടെ റൂമിൽ കിടക്കാം. അപ്പോഴേക്കും നിധി ഒന്ന് നോക്കും. നിധി പറഞ്ഞ്, എനിക്കൊരു പേടിയില്ല, അഥവാ കറണ്ട് പോയി എന്തെങ്കിലും പേടി വന്നാലും മൊബൈലിൽ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്, അത് ഞാൻ തെളിച്ചോളാം. അല്ല, ഞാൻ റൂമിൻ്റെ ഒരു സൈഡിൽ കിടന്നോളാം, കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്ന് പറഞ്ഞാൽ. എനിക്ക് കുഴപ്പമുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഹരീഷ് വന്നിട്ട്, നിധിയേട്ടത്തി നമ്മുടെ ചാന്ദിനിയും കൂടെ ആ റൂമിൽ കിടത്താവോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിച്ചു എന്ന് പറയണേ. ഞാൻ ചാന്ദിനിയുടെ കാര്യം മറന്നുപോയടാ ഹരീഷ് എന്ന് പറഞ്ഞിട്ട്, ബാ ചാന്ദിനി ബാ നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുധീഷിന് ദേഷ്യം പറയുന്നു. കണ്ടില്ലേ, അവൻ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നിന്നതാ, അപ്പോഴേക്കും അവൻ വന്നയ്ക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് ഇടയാണ്. അവസാനം ചാന്ദിനിയും നിധിയും കൂടെ അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഇവരെല്ലാവരും പുറത്ത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ലളിത വരെയാണ്. ലളിത നോക്കുമ്പോൾ സുഭാഷിൻ്റെ ഒപ്പം സുധീഷ് കിടക്കണത്. ഇവനെന്താ ഇവിടെ കിടക്കണത്? ഇവൻ നിധിയുടെ കൂടെ അല്ലേ കിടക്കേണ്ടത്, ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് നിധിയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുക, എടി നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണത്? അപ്പം നിധിക്ക് ഒറ്റയ്ക്കോ, എന്തേ അതിന് വല്ല കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അല്ല സുധീഷ് എന്താ അവിടെ കിടക്കണേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അപ്പം നിധി പറഞ്ഞു, അഥവാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ അമ്മായി തീർത്തു തരുമെന്ന് ചോദിച്ചു. നമുക്ക് നാക്കിന് വല്ല കുറവുണ്ടോ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കെട്ടിയോൻ അവിടെയും കെട്ടിയോൾ ഇവിടെയും കിടക്കണുണ്ട് പ്രത്യേകം എന്ന് വിചാരിച്ചു. അത് നാട്ടിൽ വന്നുകൊണ്ട് സുഭാഷ് ഏട്ടൻ്റെ കൂടെ ഹരീഷിൻ്റെ കൂടെ നികേഷിൻ്റെ കൂടെ സുധീഷ് കിടക്കണമെന്നേ ഉള്ളൂ, അതിനിപ്പോൾ എന്തേന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ചാന്ദിനി അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പം ലളിത ചോദിക്കുന്നത് എന്നാ, എവള് നിൻ്റെ റൂമിലാണോ കിടക്കണേ? അതെ എൻ്റെ റൂമിലാണ്. എന്നാൽ പിന്നെ അത് നിനക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോഴേക്കും നിധി കഥവാൻ കിടക്കാനായിട്ട് ഒരു വെള്ളം ചൂടാക്കി കുടിക്കാൻ ചോദിച്ച് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് ഓടിച്ച് വിട്ടത്. എന്നിട്ട് ഇപ്പം കിടക്കണതിനെ കുറിച്ച് സുഖവിവരം ചോദിക്കാനായിട്ട് വന്നേക്കിടൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ലളിത പുറത്തോണ്ട്, നാക്കിനൊരു കുറവുമില്ല, വന്ന് കയറിയാൽ കണ്ടാ പൂച്ചയെ പോലെ ഇരിക്കും, അവളെ നാക്ക് കണ്ടില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ നിധീനെ കുറ്റപ്പെടുത്താനായിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷും സുധീഷൊക്കെ റെഡിയായി കുട്ടപ്പനാവാണ്. നമ്മുടെ പൊന്നാരക്കൊട്ടൻ നികേഷാണെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം ഹരീഷും നികേഷും കൂടെ നോക്കുമ്പം നമ്മുടെ സുധീഷ് അടിപൊളി നല്ല ഷർട്ടും നല്ല മുണ്ടൊക്കെ ഉടുത്ത് നിൽക്കുകയാണ് സെറ്റായിട്ട്. അപ്പം നികേഷ് ചോദിച്ചു, ഇന്ന് ഭയങ്കര ലുക്കിലാണല്ലോ. അതെ, ഇന്ന് മിക്കവാറും നിധി സാരി ആയിരിക്കും. അപ്പം ഹരീഷ് പറഞ്ഞു, സാരി അല്ലെങ്കിലോ, നീ കണ്ടോടാ സാരി ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിന് മാച്ചാവണ രീതിക്ക് ഞാനൊരു മുണ്ടും ഷർട്ടൊക്കെ അങ്ങ് എടുത്തിട്ടത് എന്നിങ്ങനെ സുധീഷ് പറയണ. അവർ പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല, അതേ വരണു. നല്ല അടിപൊളി സുന്ദരിയായിട്ട് നിധി ഒരുങ്ങി വരാട്ടോ. കുറേ നേരം നമ്മുടെ സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, നിധിയേട്ടത്തി ഇന്ന് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണേ. ആണോടാ, താങ്ക് യു പറയണേ. അപ്പോഴേക്കും സുധീഷ് ചെന്നിട്ട് കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇതെവിടെന്നാ? ഞാൻ രാവിലെ പോയി മേടിച്ചു വെച്ചതാ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അതെന്തായാലും നന്നായി, നിധി സാരി കൊടുത്ത് നിൽക്കുകയല്ലേ. അപ്പോഴും നമ്മുടെ ചാന്ദിനി ഒരുങ്ങി വരെയാണ്. അപ്പം ഹരീഷും നികേഷും സുധീഷൊക്കെ പറഞ്ഞു, ചാന്ദിനിയുടെ ഡ്രസ്സൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചാന്ദിനിക്ക് ഒരു സന്തോഷമൊക്കെ ആവുകയാണ്. അങ്ങനെ നിധി സന്തോഷമായിട്ട് പൂവൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന് നമ്മുടെ നികേഷും ഹരീഷും പറയുന്നുണ്ട്, ഹരീഷ് ഏട്ടാ കണ്ടോ, ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ സുധീഷ് ഏട്ടൻ നിധി ഏട്ടത്തെ കയ്യിലാക്കും, ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ടടാ, മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കും ഇവിടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സന്തോഷമായിട്ട് പോകണം. അപ്പോഴേക്കും നമ്മുടെ സുനന്ദയും അശ്വിനും ഒരുങ്ങി വരെയാണ്. മാച്ച് മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പം അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സുനന്ദ പറയുന്നുണ്ട്, ലളിതയും വരെയാണ്, അമ്മ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോയാൽ പോരെ. അപ്പോൾ ലളിത പറഞ്ഞു, പോരാ അവർ വന്നോളും, നമുക്കവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മ ഒരുമിച്ച് പോവാമേ, എന്തായാലും ഒരു സ്ഥലത്തേക്കല്ലേ എന്ന് സുനന്ദ പറഞ്ഞു. ലളിത സമ്മതിച്ചില്ല. ലളിത അശ്വിനെയും സുനന്ദയും കൂട്ടി നേരത്തെ പോവാണ്. അപ്പം നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, അച്ഛനെ രാവിലെ എഴുന്നേറ്റ് പിന്നെ കണ്ടിട്ടേ ഇല്ല, എങ്ങോട്ട് പോയോ, ഒരുമിച്ച് പോയി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ സുധീഷ് പറയും, അച്ഛനെ നോക്കി നിൽക്കാനാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല സുഭാഷ് ഏട്ടാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും അമ്പലത്തിൽ ചെല്ലുകയാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും
ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. കാരണം നമ്മുടെ ഭാസ്കരൻ നല്ല സെറ്റപ്പായിട്ട് ഒരുങ്ങി കൂട്ടുകാരെ കൂടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചെന്ന് ഇറങ്ങണതും ഭാസ്കരൻ കൂട്ടുകാരുടെ അടുത്ത് പറയും, എൻ്റെ മക്കളൊക്കെ ഇതേ വന്നിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ മക്കൾ, ഞാനിങ്ങനെ നേരത്തെ പോന്നൂടാ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചെല്ലുകയാണ്. എൻ്റെ പുതിയ കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് മക്കളെയൊക്കെ പരിചയപ്പെടുത്തുന്നു, നിധിയെ പരിചയപ്പെടുത്തുന്നു, എല്ലാവരെയും പരിചയപ്പെടുത്തി നല്ല ഇതാക്കി എടുക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണ് രാവിലെ എന്നെ പോയത്? ഞാൻ രാവിലെ അമ്പലത്തിൽ പോന്നു, നിങ്ങളെന്താ വൈകിയെന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് തന്നെ ആ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയി തൊഴുന്നുണ്ട്. ഭാസ്കരൻ പറഞ്ഞു, ഞാൻ എന്തായാലും വലം വെച്ച് തൊഴുതാണ്, നിങ്ങളൊക്കെ നന്നായിട്ട് പോയി പ്രാർത്ഥിച്ച് വരാൻ പറയും. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി അകത്ത് പോയി പ്രാർത്ഥിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ കാണിച്ചാണ് നാളത്തെ കാറ്റത്തെ കിളിക്കൂട് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും എൻ്റെ മുത്തുമണീസ് മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ശുഭദിനം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.